നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാണ്ഡവരും കൗരവരും തമ്മിൽ നടന്ന ചൂതുകളിയിൽ തോറ്റ് പാണ്ഡവര് മാൻതോലുമുടുത്ത് വനത്തിലേക്ക് വന്ന കാര്യം നമ്മൾ പറഞ്ഞു. അവര് മാറി മാറി ഓരോ വനത്തിലേക്ക് എത്തി. ആ സമയം അർജുനന് പുതിയ ആയുധങ്ങളും ശസ്ത്രങ്ങളും എല്ലാം ദേവന്മാരിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി തപസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുകയും യുധിഷ്ഠിരന്റെ അനുവാദത്തോടു കൂടി അർജുനൻ പോവുകയും ചെയ്തു. എന്നാലും ഭീമസേനന് ദുര്യോധനാദികൾ കാണിച്ചിട്ടുള്ള അതിക്രമങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദുര്യോധനെ തന്നെ കൊല്ലാനുള്ള വൈരാഗ്യമുണ്ട്. അപ്പൊ എപ്പോഴും ഈ ഭീമനും നകുല സഹദേവന്മാരും യുധിഷ്ഠിരനും കൂടി ഇതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ചിന്തിച്ചു ആലോചിച്ചു സംസാരിച്ചു ഒക്കെ ഇരിക്കുന്ന സമയം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനും അപ്പൊ പറയും, എനിക്ക് പോയി ദുര്യോധനെ എങ്ങനെയെങ്കിലും കൊല്ലണം. പാഞ്ചാലിയെ കൗരവ സദസ്സിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിച്ചതാണ്. ഇതൊക്കെ ഇങ്ങനെ യുധിഷ്ഠിരനോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, അനുജ ഭീമ, നീ ഒരിക്കലും വിഷമിക്കണ്ട. അർജുനൻ വിശിഷ്ടമായ അസ്ത്രങ്ങളും ആയുധങ്ങളും ഒക്കെ നേടുന്നതിന് വേണ്ടി പോയിരിക്കുകയാണല്ലോ. അർജുനൻ വരട്ടെ, 13 വർഷം നമുക്ക് കാത്തിരിക്കാം. അതിനുശേഷം നിനക്കും അർജുനനും കൂടി ദുര്യോധനെ വധിക്കാം. അതിനകത്ത് നമ്മൾ ചതിപ്രയോഗമൊന്നും നടത്തണ്ട. നമ്മളെ ചതിയിൽ കള്ളച്ചൂതിൽ തോൽപ്പിച്ചെങ്കിലും നമുക്ക് ചതിപ്രയോഗമൊന്നും നടത്തണ്ട. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം എന്ന് സമാധാനപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം അവിടെ ബൃഹദർശൻ എന്ന് പറയുന്ന ഒരു മഹർഷി ഇവരുടെ അടുത്തെത്തി. വനത്തിൽ വന്നതാണ് അദ്ദേഹം. ആ ബൃഹദർശൻ എന്ന് പറയുന്ന അദ്ദേഹത്തോട് അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ ഇവർ സ്വീകരിച്ച് ഇരുത്തി കുശലപ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ദുര്യോധനൻ പറഞ്ഞു, അല്ലയോ മഹാമുനെ, എന്റെ അവസ്ഥ നോക്കൂ. ഞങ്ങളെ കള്ളച്ചൂതിൽ തോൽപ്പിച്ചു, ഞങ്ങളെ മാൻതോലുടുപ്പിച്ചു വനത്തിലേക്ക് യാത്രയാക്കി, എൻ്റെ പ്രിയപത്നിയായ ദ്രൗപദിയെ കൗരവ സദസ്സിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിച്ചു. ഇതുപോലെ നിർഭാഗ്യവാനായ ഒരു രാജാവ് വേറെ ഉണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ധർമ്മരാജാവേ, അങ്ങ് വ്യസനിക്കണ്ട. അങ്ങേക്കാൾ ദുഃഖം അനുഭവിക്കുകയും അങ്ങേക്കാൾ നിർഭാഗ്യം അനുഭവിക്കുകയും ചെയ്ത മറ്റൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കഥ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് നളരാജാവിന്റെ കഥ ബൃഹദർശൻ എന്ന് പറയുന്ന മഹർഷി യുധിഷ്ഠിരനോട് പറയുന്നതാണ് നമ്മൾ ഇനി ഈ പ്രാവശ്യം പറയുന്ന കഥ. അത് നിഷധ രാജവംശത്തിലെ രാജാവായിരുന്നു നളൻ. അദ്ദേഹം വീരസേനന്റെ പുത്രനായിരുന്നു. അതിസുന്ദരനും നിപുണനും യുദ്ധജ്ഞാനിയും പരാക്രമിയും ഒക്കെ ആയിട്ടുള്ള ആളായിരുന്നു നളൻ. വീരസേനനും അതെ, പിതാവായ വീരസേനനും വളരെ മിടുക്കനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രനാണ് അതീവ സുന്ദരനായ നളൻ. അശ്വിനി ദേവന്മാരെക്കാൾ സുന്ദരൻ, കാമദേവനേക്കാൾ സുന്ദരൻ, വളരെ ബുദ്ധിമാൻ, പരാക്രമി, യുദ്ധ നിപുണൻ, അങ്ങനെ എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയ രാജകുമാരനായിരുന്നു നളൻ. അതേ സമയത്ത് തന്നെ വിദർഭ രാജ്യത്ത് ഭീമകൻ എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് 4 പുത്രന്മാരുണ്ടായി. 4 മക്കൾ, 4 പുത്രന്മാരല്ല, 4 മക്കൾ. ഈ 4 മക്കളില് ദമൻ, ദാന്തൻ, ദമനൻ എന്ന് 3 പുത്രന്മാരും ദമയന്തി എന്ന് പറയുന്ന ഒരു പുത്രിയും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഭീമകൻ രാജാവിന്റെ ഈ 4 മക്കളും വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന്റെ വിദർഭ രാജ്യത്ത് കഴിഞ്ഞിരുന്നു. ആ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന ദമയന്തി ലക്ഷ്മി ദേവിയേക്കാൾ സുന്ദരിയും, അല്ലെങ്കിൽ ലക്ഷ്മി ദേവിക്കൊപ്പം നിൽക്കുന്ന സൗന്ദര്യമുള്ളവളും അതീവ ബുദ്ധിമതിയുമായിരുന്നു. അപ്പൊ അങ്ങനെ ഈ 2 രാജ്യങ്ങളിലുള്ള ജനങ്ങളും, അതായത് നിഷധ രാജ്യത്തിലുള്ള ജനങ്ങളും വിദർഭ രാജ്യത്തുള്ള ജനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിരുന്നു. ആ നിഷധ രാജ്യത്തെ വീരസേനനും വിദർഭ രാജ്യത്തെ രാജാവായ ഭീമകനും
വളരെ അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. അപ്പൊ അങ്ങനെ വളരെ സൗഹൃദത്തോടു കൂടി ഈ രണ്ട് രാജാക്കന്മാരും കഴിഞ്ഞിരുന്നു. അവരുടെ രാജ്യങ്ങൾ തമ്മിലും അതുപോലെ വളരെ സൗഹൃദത്തിലാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെ കഴിഞ്ഞിരുന്ന സമയത്ത് ഈ നിഷധ രാജ്യത്തിലെ ആൾക്കാർ അങ്ങോട്ട് വിദർഭ രാജ്യത്തിലേക്ക് പോകുമ്പോൾ ഈ വീരസേനൻ നിഷധ രാജാവായ വീരസേനനെയും മകനായ നളനെയും ഒക്കെ പറ്റി വളരെ വളരെ നല്ല അഭിപ്രായങ്ങൾ പറയും. ഈ അഭിപ്രായങ്ങളൊക്കെ ദമയന്തി കേട്ടിട്ടുണ്ട്. അപ്പോ വിദർഭ രാജ്യത്തെ ജനങ്ങൾ നിഷധ രാജ്യത്തിലേക്ക് പോകുമ്പോൾ ഈ രാജാവായ ഭീമകനെയും അദ്ദേഹത്തിന്റെ 3 പുത്രന്മാരെയും പുത്രിയെയും പുകഴ്ത്തി അവരും അവിടെ പറയുമായിരുന്നു. അപ്പൊ ഈ 2 രാജാക്കന്മാരും ജനസേവകരായിരുന്നു, ജനങ്ങൾ സന്തുഷ്ടരായിരുന്നു. അപ്പൊ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ 2 രാജ്യത്തെ രാജാധികാരികളെ പറ്റിയും അവരുടെ മക്കളെ പറ്റിയും ഒക്കെ പരസ്പരം പുകഴ്ത്തി പറഞ്ഞിരുന്നു. അപ്പൊ ഇതെല്ലാം കേട്ട്, അതായത് നിഷധ രാജ്യത്തെ നളനെ പറ്റി കേട്ട് ദമയന്തിക്ക് അദ്ദേഹത്തെ കാണണമെന്നും അദ്ദേഹത്തോട് വളരെ വലിയ ഒരു ആരാധനയും ഉണ്ടായിരുന്നു. അവന് യൗവനയുക്തരായപ്പോൾ നളരാജകുമാരനും ദമയന്തിക്കും അവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ലെങ്കിൽ പോലും അന്യോന്യം അനുരാഗം അങ്കുരിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം നളരാജാവ് തന്റെ കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ അങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം അരയന്നങ്ങൾ അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പൊ വളരെ ഭംഗിയുള്ള പക്ഷിയാണ് അരയന്നം. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? അതിലൊരു അരയന്നത്തിനെ കയറി പിടിച്ചപ്പോൾ ആ അരയന്നം സംസാരിക്കാൻ തുടങ്ങി. ആ അരയന്നം പറഞ്ഞു, അല്ലയോ നളരാജാവേ, അങ്ങ് എന്നെ ഇപ്പൊ വിട്ടാല് ഞാന് വിദർഭ രാജ്യത്ത് ചെന്ന് ദമയന്തിയോട് അങ്ങയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കാം. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? ഈ പക്ഷിയെ അങ്ങ് വിട്ടു. ഈ അരയന്നങ്ങളെല്ലാം കൂടെ പറന്ന് വിദർഭ രാജാവിന്റെ കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ പോയി. അവിടെ വെച്ച് രാജകുമാരി ഈ അരയന്നങ്ങളെ കണ്ടു. അപ്പോ അതിന്റെ അടുത്തേക്ക് രാജകുമാരി ചെന്നപ്പോ പിടിക്കാൻ ചെല്ലുമ്പോ മാറിപ്പോവുക, പിടിക്കാൻ ചെല്ലുമ്പോ മാറിപ്പോവുക, അങ്ങനെ അങ്ങനെ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോ ആ രാജകുമാരിയോട് ആ ഒരു അരയന്നം പറഞ്ഞു, അല്ലയോ രാജകുമാരി, ഞാൻ നളന്റെ രാജ്യത്ത് നിന്ന്, നിഷധ രാജ്യത്ത് നിന്ന് വന്ന അരയന്നമാണ്. അവിടെ നളൻ എന്ന് പറയുന്ന രാജകുമാരൻ വളരെ സുന്ദരനും യുദ്ധ നൈപുണ്യം നേടിയവനും ബുദ്ധിമാനുമാണ്. അദ്ദേഹം നിന്നെ കാണാനും നിന്നോട് സംസാരിക്കാനുമായിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് പറയും. അത് കേട്ട് രാജകുമാരി പറയും, അല്ലയോ ഹംസമേ, നീയും അവിടെ ചെന്ന് എന്റെ ഗുണഗണങ്ങൾ രാജാവിനോട് പറയുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഹംസം പറഞ്ഞു, തീർച്ചയായിട്ടും നിന്നെ പറ്റിയും നിന്റെ ഗുണഗണങ്ങളും നിന്റെ വൈശിഷ്ട്യവും എല്ലാം ഞങ്ങള് അവിടെ ചെന്ന് അദ്ദേഹത്തോട് പറയും എന്ന് പറഞ്ഞ് ആ അരയന്നങ്ങൾ പറന്നുപോയി. അങ്ങനെ ഇരിക്കെ ദമയന്തി തന്റെ പ്രണയം രാജാവിനോട് പറയാൻ പറ്റിയില്ലെങ്കിലും വളരെ നാൾക്ക് നാൾ വളരെ ക്ഷീണിച്ചു വന്നു. അപ്പോ ദമയന്തിയുടെ തോഴിമാർക്കറിയാം നളനെ ഇങ്ങനെ നളനോട് ദമയന്തിക്ക് പ്രണയമാണെന്നുള്ളത് അവർക്കറിയാം. അപ്പൊ അവരൊരു ദിവസം ഭീമക രാജാവിനോട് പറഞ്ഞു. അപ്പം ഭീമക രാജാവ് അല്ലാതെ തന്നെ നോക്കിയപ്പോ തന്റെ മകള് ഓരോ ദിവസം കഴിയുന്നവർ ക്ഷീണിച്ചു വരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? മകളുടെ സ്വയംവരം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ സ്വയംവരം നടത്താൻ തീരുമാനിച്ച് എല്ലാ രാജാക്കന്മാർക്കും ക്ഷണക്കത്തുകൾ അയച്ചു. അങ്ങനെ ക്ഷണക്കത്ത് കിട്ടിയതനുസരിച്ച് രാജാക്കന്മാരെല്ലാം അകമ്പടിയോടുകൂടി വിദർഭ രാജാവിന്റെ കൊട്ടാരത്തിൽ വന്നു. അവരെയൊക്കെ യഥോചിതം സ്വീകരിച്ച് രാജാവ് അവിടെ ഇരുത്തി. സുന്ദരനായ നളൻ ഇങ്ങനെ വരുന്നത് കണ്ടു. അപ്പൊ ഈ സമയത്ത് ദേവർഷിമാരായ നാരദനും ഒക്കെ ഈ ദമയന്തിയുടെ സ്വയംവരത്തെ പറ്റി പറഞ്ഞ് ദേവന്മാരും ദമയന്തിയിൽ കാണാനുള്ള ഔത്സുക്യവും അവളെ വിവാഹം കഴിക്കാനുള്ള താല്പര്യവുമായിട്ട് ദേവേന്ദ്രൻ, അഗ്നി, വരുണൻ, യമധർമ്മൻ ഇവര് 4 പേരും കൂടെ അവരുടെ രഥത്തിൽ തിരിച്ചു. രഥത്തിൽ അവര് തിരിച്ചു. വഴിയിൽ വന്നപ്പോ നളരാജകുമാരനെ കണ്ടു. ഉടനെ അവര്
തേര് നിർത്തി നളരാജകുമാരന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലയോ രാജകുമാര, ഞങ്ങൾക്ക് വേണ്ടി അങ്ങൊരു ദൗത്യം ഏറ്റെടുക്കണം. അപ്പൊ ദൗത്യം എന്തെന്നൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. അപ്പൊ ആദ്യം ഇങ്ങനെ ദൗത്യം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. ശരി, എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ദൗത്യം ഞാൻ നിറവേറ്റി തരാമെന്ന് ശപഥവും ചെയ്തു. അങ്ങനെ ശപഥം ചെയ്തു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ ദേവലോകത്തുനിന്ന് വരികയാണ്. ഞാൻ ഇന്ദ്രൻ, ഇത് അഗ്നി, ഇത് വരുണൻ, ഇത് യമധർമ്മൻ. ഞങ്ങൾ 4 പേരും ദമയന്തി സ്വയംവരത്തിന് വന്നതാണ്. അപ്പൊ ദമയന്തിയെ ഞങ്ങൾ ആരില്ലെങ്കിലും ഒരാള് വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. അപ്പൊ ഈ ദൗത്യം അങ്ങ് ചെന്ന് ദമയന്തിയോട് പറയണം. നളൻ വിഷണ്ണനായി. നളൻ പറഞ്ഞു, അല്ലയോ ദേവേന്ദ്ര, ഞാനും നിങ്ങളെ പോലെ ദമയന്തി സ്വയംവരത്തിന് പോവുകയാണ്. നിങ്ങൾ 4 പേരും പോകുന്ന അതേ കാര്യത്തിനാണ് ഞാൻ പോകുന്നത്. ഞാൻ മനസ്സുകൊണ്ട് അവളെ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭാര്യയാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളിനെ എങ്ങനെയാണ് ഞാൻ ഒഴിവാക്കുന്നത്? അതുകൊണ്ടൊരു കാര്യം ചെയ്താലും ദയവായി ഈ ദൗത്യത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് പറ്റത്തില്ല, അതൊന്നും പറ്റൂല. അങ്ങ് ശപഥം ചെയ്തതാണ്, ആ സത്യം ലംഘിക്കാൻ പാടില്ല. അങ്ങ് വലിയ സത്യനിഷ്ഠ ഉള്ള ആളല്ലേ, അപ്പൊ സത്യം ലംഘിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നളൻ ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ അന്തഃപുരത്തിലെത്തുക? ഇത്രയും കഠിനമായ പാറവുകാരൊക്കെ നിൽക്കുന്നിടത്ത് ഞാൻ എങ്ങനെയാണ് പോകുന്നത്? അതൊക്കെ അങ്ങയ്ക്ക് ധൈര്യമായിട്ട് കയറിപ്പോകാം, അങ്ങയ്ക്ക് ഒരു കുഴപ്പവും പറ്റില്ല എന്ന് ദേവന്മാര് പറഞ്ഞു. അതനുസരിച്ച് നിവർത്തിയില്ലാതെ നളൻ ദമയന്തിയുടെ അന്തഃപുരത്തിലേക്ക് പോയി. പാറാവുകാരും അദ്ദേഹത്തെ കണ്ടില്ല, കാരണം ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാഞ്ഞത്. അപ്പോ അന്തഃപുരത്തിൽ ദമയന്തി തന്റെ തോഴിമാരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അവിടെ അതിസുന്ദരനായ ഒരാൾ കയറി ചെന്നപ്പോ തോഴിമാര് ദമയന്തി അത്ഭുതപ്പെട്ടു. അവരങ്ങ് അത്ഭുത സ്തബ്ധരായി നിന്നുപോയി. അപ്പൊ ദമയന്തി ചോദിച്ചു, അങ്ങ് ആരാണ്, എന്തിനാണ് വന്നത്, അങ്ങ് ആരാണെന്ന് ആദ്യം സ്വയം വെളിപ്പെടുത്തു എന്ന് പറഞ്ഞു. അപ്പോ നളൻ പറഞ്ഞു, ഞാൻ നിഷധ രാജ്യത്തിലെ നളൻ എന്ന് പറയുന്ന രാജാവാണ്. ദേവന്മാരായ ഇന്ദ്രനും അഗ്നിയും വരുണനും യമധർമ്മ രാജാവും കൂടി എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ച് വിട്ടിരിക്കുകയാണ്. അപ്പോ പറവുകാരും അങ്ങേ കണ്ടില്ലേ? പറവുകാര് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ അറിഞ്ഞാൽ അവരെ നിർദാക്ഷിണ്യം ശിക്ഷിക്കും. അപ്പൊ പറഞ്ഞു, ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് എന്നെ പാറാവുകാരും കണ്ടില്ല. അപ്പം അവരിൽ ആരെങ്കിലും ഒരാളെ ദമയന്തി വരനായി സ്വീകരിക്കണം എന്നാണ് എന്നോട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ആ വിവരം ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ഇനി ദമയന്തിയുടെ ഇഷ്ടം പോലെ ദമയന്തി ചെയ്തു കൊള്ളുക. പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.